ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അഡ്വാൻസിന് ഹാപ്പി വിഷു. അപ്പം ലക്കി ഭാസ്കർ, നമ്മുടെ ഭാഗ്യമുള്ള ഭാസ്കർ, മലയാളത്തിൽ നമ്മൾ സംഭവം ഡബ്ബിംഗ് ആണ്. തമിഴിലെത്തില്ലെങ്കിലോ പടമുള്ളൂ, ഡബ് ചെയ്ത് തന്നേക്കാണ്. അപ്പം നമ്മൾ ലക്കി ഭാസ്കർ എന്ന് പറയില്ല, നമ്മൾ ഭാഗ്യമുള്ള ഭാസ്കർ. പേര് പോലെ തന്നെ ഈ ക്യാരക്ടറും മാൻഡറൈസൊക്കെ അത് പിടിച്ചിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കാരണം ഡിക്കിൻ്റെ ഓരോ ഭാഗങ്ങൾ കാര്യങ്ങൾ കണ്ടപ്പോൾ സെറ്റാണ് പടം. രക്ഷയില്ലാത്ത ടീച്ചറാണ് വെച്ച് കഴിഞ്ഞാൽ ജനറേഷൻ കാണിച്ചുള്ള ഇത് പഴയ പടമാണ്. 80കളിലൊക്കെയാണെന്ന് തോന്നുന്നു എനിക്ക്. കാരണം ആ സമയത്ത് നമ്മൾ ബാങ്കിലൊക്കെ പോയി കഴിഞ്ഞാലൊരു കുറേ കാര്യങ്ങൾ അതിൽ കണക്ട് ആവുന്നുണ്ട്. നോട്ട്, അതുപോലെ തന്നെ ചില്ലറ കൊടുക്കുന്നത്, അവിടുത്തെ ക്യാബിൻ സിസ്റ്റം. എനിക്കൊരു ഡൗട്ട് മാത്രം, അന്നൊക്കെ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഉണ്ടായിരിക്കണം. കാരണം 85 കാലം 90 ഞാനൊക്കെ ബാങ്കിൽ പോയി തുടങ്ങിയതൊരു 98 2005 കാലഘട്ടത്തിലാണ് ബാങ്കിൽ പോയിരുന്നത്. 90കളിലൊക്കെ നമ്മൾ കോപ്പറേറ്റീവ് ബാങ്കിലൊക്കെ പോയിട്ടുള്ളൂ. 2000 കാലഘട്ടത്തിലൊക്കെ പോണ സമയത്ത് ബാങ്ക് ധനലക്ഷ്മിയിലൊക്കെ എനിക്ക് ഓർമ്മ ബാങ്കിങ് അത്ര വിപുലീകരിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ഇനി സിസ്റ്റമാണ് ഫുള്ള് കാണുന്നത്, ഫുള്ള് കമ്പ്യൂട്ടർ സിസ്റ്റം. പക്ഷെ കമ്പ്യൂട്ടർ പഴയ കാലമാണ്. അതിന് വേണ്ടി മറ്റേ വർക്കൊക്കെ കാണാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് കാണുന്നത്. അത് രസമായിട്ട് എടുത്തിട്ടുണ്ട്. അത് ഉള്ള സമയം BGM ആയാലും ലൊക്കേഷൻസ്, അതുപോലെ തന്നെ ഒരു ഡിക്ക് വണ്ടി ഓടിച്ച് പോകുമ്പോഴുള്ള കാണുന്ന ടൗണ് കാര്യങ്ങൾ, ആ കാലഘട്ടം കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. അതൊരു വേറെ ലെവലാണ്. എനിക്ക് ചേട്ടനെ പടം ഡയറക്ഷൻ ഇൻവോൾവ് ചെയ്യുന്ന ഒരാളാണ് ആള്. ഡയറക്ഷനിൽ ഭയങ്കരമായിട്ടൊരു ഡയറക്ഷൻ മൂവിക്ക് ഇമ്പോർട്ടൻസ് ഉള്ള ആളെ കുറേ ഐഡിയാസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ മുമ്പത്തെ പടമൊക്കെ എടുത്ത് നമുക്കറിയാം. അതുപോലെ DQ മൂവി വേറെ ആരും നമുക്ക് ഇതിലൊന്നും പറയാനില്ല. 1-2 കാര്യങ്ങളാണ് അതിൽ കാണിക്കുന്നുള്ളൂ, കണക്റ്റഡ് ആയിട്ടുള്ള 1-2 സീൻസ്. പിന്നെ നായികനെ കാണിക്കുന്നുണ്ട്, ഒരു സീൻ മാത്രമേ ഉള്ളൂ. അത് കോമൺ മാൻ, ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനാണ്. ലൈഫിൽ ഒരുപാട് പണം എത്തിപ്പെടുന്നു. അതെങ്ങനെയാണ്, അതാണ് ത്രില്ലറാണ് സാധനം. അപ്പോൾ കാണാൻ എന്ത് ചെയ്യും എന്നുള്ളൊരു ഗെയിം പന്തയൊക്കെ നമ്മൾ കേട്ട് ഇപ്പോൾ പടം വെയിറ്റിംഗ് ആണ്. സത്യം പറഞ്ഞാൽ കട്ട വെയിറ്റിംഗ് ആണ്. പക്ഷെ എനിക്ക് ഏറ്റവും വലിയ വിഷമം മലയാളത്തിൽ ഡബ് ചെയ്തിട്ടാണ് വരുന്നത്. ഹിന്ദിയിലുണ്ട് പടം, തമിഴ് തെലുങ്ക്, പിന്നെ ഹിന്ദിയിൽ ഡബ് ചെയ്യും, മലയാളത്തിൽ ഡബ് ചെയ്യും. പക്ഷെ ഇതൊരു മലയാളത്തിനും കൂടി എടുക്കുകയായിരുന്നുവെങ്കിൽ ഇത് ബോക്സ് ഓഫീസിൽ വമ്പൻ സ്ഥലം സൃഷ്ടിച്ചത്. കാരണം എന്താ വെച്ചാൽ സീതാരാമൻ എന്നൊരു മൂവി നമുക്കറിയാം. നമ്മുടെ ഇൻഡസ്ട്രിന്ന് ഏകദേശം 8 കോടി രൂപ ആ റേഞ്ചിലാണ് മലയാളം കേരള ബോക്സ് ഓഫീസിന് കളക്ട് ചെയ്തിട്ടുള്ളത്. തമിഴ്നാടാണ് 10.5 എന്നുള്ളത്, കർണാടക 8.5, മലയാളത്തിന് 7.5 ആണെന്ന് തോന്നുന്നു എനിക്ക്. അത്ര ഹിറ്റ് പടമായിരുന്നു അവിടെ. അല്ല 50% മുകളിൽ കളക്ട് ചെയ്തുള്ളത് ആന്ധ്ര തെലുങ്കാനയിൽ നിന്നാണ്. അപ്പോൾ അത്ര DQന്റെ ഒരു സൂപ്പർ ലാബ് നമുക്കറിയാം. കിങ് ഓഫ് കൊത്ത് എന്നൊരു പടം അറിയാം. ഫസ്റ്റ് ഡേ കളക്ഷനും ആ DQ, അതോ എന്ത് DQ ഫിലിം വന്നാൽ തന്നെ ബോക്സ് ഓഫീസിൽ കളക്ട് ചെയ്യാനുള്ള അത്രയും ഫാൻ ബേസ് ഉള്ള ഒരു നടനാണ്. അപ്പോൾ അതുകൊണ്ട് മലയാളത്തിലും കൂടി ചെയ്യാമായിരുന്നു എന്ന് തോന്നി. ഡബ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെതായ ഒരു ക്വാളിറ്റി മാറ്റം വരും. DQ തന്നെയാണ് ചെയ്യുന്നതെന്ന് തോന്നി സൗണ്ട് കേട്ട സമയത്ത്. പക്ഷെ എനിക്കൊരു KGF ഒക്കെ ചെയ്യുന്ന സൗണ്ടിൻ്റെ ഒക്കെ ഒരു ഫീല് തോന്നി. എൻ്റെ മാത്രം തോന്നലായിരിക്കാം. പക്ഷെ അത് മലയാളത്തിൽ കൂടി എടുക്കേണ്ടതായിരുന്നു. മലയാളം, തമിഴ്, തെലുങ്ക് അതല്ലേ അതിൻ്റെ രീതി. സൗത്ത് ഇന്ത്യ ഇപ്പോൾ കന്നഡ എടുത്തോ ഉള്ള ആളുണ്ട്. അപ്പം അതൊരു വിഷമമുണ്ട്. കാരണം ബോക്സ് ഓഫീസിൽ ഡബ് ചെയ്ത് വന്ന് വരുന്നൊരു പടത്തിന് എന്തായാലും ലിമിറ്റേഷൻ ഉണ്ട്. ആളുകൾ കാണുന്ന തമിഴിൽ പടം മലയാളത്തിൽ എടുക്കാണ്ടിരുന്ന് തമിഴിൽ നമ്മൾ കാണാൻ പോയി തയ്യാറാണ്. DQ ആണ് നമ്മളെല്ലാ പടം കാണുന്നതാണ്. ഫാൻസും പോയി കാണും പല പടങ്ങൾ. ഇപ്പോൾ DQ ഹിന്ദി പടം കാണാത്ത കട്ട ഫാൻസിനൊക്കെ അറിയാം. നമ്മൾ തിയേറ്ററിൽ കണ്ട പടമാണ് അവർക്ക്. ചുപ്പ് തന്നെയല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പടം. അപ്പോൾ അതുകൊണ്ട് ഫാൻ ബേസ്ഡിലായാലും മലയാളത്തിൽ ഇറങ്ങുമ്പോഴുള്ള സംഭവം വേറെ തന്നെയാണ്. ശരി, ടീച്ചർ ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. അതിലെ എല്ലാ കാര്യങ്ങളും കണക്ട് ചെയ്ത കാര്യങ്ങളൊക്കെ സെറ്റാണ്. ബാങ്കിങ് മേഖലയല്ല, അന്നൊക്കെ ബാങ്ക് ഡെവലപ്പ് ചെയ്തൊരു സമയമാണ്. അപ്പോൾ ആ കാലഘട്ടം ബാങ്കിൽ എടുക്കുന്ന സംഭവം ഫണ്ട് വരുന്നതായിട്ടൊരു വലിയൊരു ഗെയിം ഉണ്ട് അതിൽ. ആ ഗെയിം തന്നെയാണ് പടം. അതിൽ ഹീറോയിസ് ഉണ്ടായിരിക്കും, പിന്നെ ആ പണം വരുന്ന രീതി, അതൊക്കെയാണ് ട്വിസ്റ്റ്. പിന്നെ ഒരു കാര്യമുണ്ട്, അന്നത്തെ കാലത്തൊക്കെ നമ്മൾ വായിച്ചുള്ള സംഭവങ്ങളാണ്. ബാങ്കിങ് മേഖലയിലൊക്കെ ഒരുപാട് ഫണ്ട് തിരിമറികൾ നടക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. 2008 2010 നടന്ന കാലഘട്ടങ്ങളിലൊക്കെ ഉള്ള സംഭവം. 2000 കാലഘട്ടം, 2000 to 2010. അപ്പോൾ അങ്ങനെ ആ കാലഘട്ടം നമുക്ക് കണക്റ്റായി വരുന്നുണ്ടായിരിക്കുമല്ലോ. ഇത് നോക്കാം. ഏകദേശം ഒരു ചെറിയ ചിന്തിച്ച് ഇങ്ങനെ കൂട്ടിപ്പോയതാണ്. എന്തായാലും ഇതൊരു സസ്പെൻസ് ത്രില്ലറാണ് സാധനം. എന്തായാലും ബോക്സ് ഓഫീസ് കൊഴുക്കാനുള്ള പൊലിപ്പിക്കാനുള്ള സാധനങ്ങളൊക്കെ അതിലുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ആയില്ലേ, ദിവസമായില്ലേ. ഇതൊരു വിഷമം മലയാളത്തിലും കൂടി വേണ്ടതായിരുന്നൊരു വിഷമം ഉള്ളിൽ കിടന്നുകൊണ്ട് നിർത്തുന്നു. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നല്ലൊരു തിരിച്ചു വരവാകട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടോ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എടുത്തിട്ട് വീഡിയോ ആയിട്ട് വീണ്ടും വരും. പിന്നെ ഇവിടെ ഇന്റർനാഷണൽ സംഭവങ്ങളാണ് നടക്കുന്നത് ഇപ്പം നമ്മുടെ ഇൻഡസ്ട്രിയിൽ, മോളിവുഡിൽ. നിങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു വാ എന്നും കൂടി പറഞ്ഞുകൊണ്ട്
നിർത്തുന്നു. ബൈ.